25 കൊല്ലത്തോളം കപിലവസ്തുവിൽ രാജകുമാരനായി ജീവിച്ച, അത് കഴിഞ്ഞ് യശോധര എന്ന് പറയുന്ന രാജകുമാരിയെ വിവാഹം ചെയ്ത, അതിൽ രാഹുലൻ എന്ന് പറയുന്നൊരു മകനുണ്ടായ സിദ്ധാർത്ഥ രാജകുമാരൻ. സിദ്ധാർത്ഥ രാജകുമാരൻ എന്ത് സംഭവിച്ചു? ഒരു ദിവസം ഇറങ്ങി അങ്ങ് പോയി. അപ്പം ഈ ഇറങ്ങിപ്പോക്കാണ്. അവർ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി അങ്ങ് പോവുകയാണ്. ആ ബുദ്ധനെ നമ്മുടെ ലോകം മനസ്സിലാക്കിയോ? അത് ആ ജ്ഞാനമാർഗത്തിലൂടെ, ആ ബോധമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യകുലത്തിന് വേണ്ടി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ബുദ്ധനെ നമുക്ക് മനസ്സിലായോ? സ്വയം മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനി ഇതൊന്നുമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചും മാസ്റ്റർ മഹാശയൻ ചിന്തിക്കുന്നു. കാരണം ബൈബിളുമായി വളരെ ബന്ധപ്പെട്ട ഒരു കാലഘട്ടമാണല്ലോ ബംഗാളിൽ ആ ഘട്ടം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ആലോചിക്കുന്നു. യേശുക്രിസ്തു എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തുവിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. 12ാമത്തെ വയസ്സിൽ, അത് പിന്നെ ഈ മേൽപ്പറഞ്ഞ രണ്ടുപേരും വിവാഹിതരായിരുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ച് വിവാഹം എന്നുള്ളൊരു ഘട്ടമില്ലായിരുന്നു. കാരണം 12 വയസ്സിലേ പോയി. സ്വന്തം അമ്മയും അച്ഛനും ഒരുമിച്ച് പള്ളിയിൽ പോയ സമയത്ത്, ആ വലിയ തീർത്ഥാടക സംഘം നടന്നുപോയി പള്ളിയിൽ പോയ സന്ദർഭത്തിൽ പെട്ടെന്ന് വഴിയിൽ വെച്ച് തൻ്റെ മകനെ കാണാതെ പോകുന്നു മറിയ. ജോസഫും മറിയം നോക്കിയപ്പോൾ മകൻ തങ്ങളുടെ കൂടെയില്ല. അപ്പം ഈ തീർത്ഥാടക കൂട്ടായ്മയിൽ എവിടെയോ ഉണ്ടായിരിക്കും എന്ന് ധരിച്ചാണ് അവർ മടക്കയാത്ര നടത്തിയത് വീട്ടിലേക്ക്. അപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ മകൻ ബാലനായ, വെറും 12 വയസ്സേ ഉള്ളൂ. അപ്പം 12 വയസ്സായ മകനെ കാണാനില്ല. തിരിച്ചവർ യെരുശലേം പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിൽ അവിടെ ചെന്നപ്പോൾ കാണുന്നത് പണ്ഡിതന്മാരുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാലനായ യേശു ക്രിസ്തുവിനെയാണ്. അന്ന് മറിയ മകനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു തിരിച്ചു ചോദിച്ചത്, അതായത് അമ്മ ആരാണെന്ന് യേശുക്രിസ്തുവിന് മനസ്സിലാകുന്നില്ല. കാരണം ആ സമയമായപ്പോഴേക്കും അതങ്ങ് സംഗതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മകൻ അമ്മ എന്നുള്ള ബന്ധം അപ്പോഴേ ആ ആളിൽ നിന്ന്, ആ 12ാം വയസ്സിൽ നിന്ന് തന്നെ മറഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് എങ്ങോട്ടെന്നില്ലാതെ ലോകത്തേക്ക് പോയ ഒരു ക്രിസ്തുവിനെയാണ് പിന്നെ കാണുന്നത്. പിന്നെ കാണുന്നതേ ഇല്ല. ആ അമ്മയും അച്ഛനും കാണാത്ത പോലെ ലോകവും പിന്നെ